എന്താ ചേച്ചി നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ ജിത്യക്ക് എന്താ സുഖമില്ലാത്ത അവളെ കാണിക്കാത്തെന്ന്? അതുപോലെയല്ലേ നിങ്ങളെ മോളെ പോലെ തന്നെ അല്ലേ അവള് ജിത്യ? അതെങ്ങനെയാടോ? ഓളെന്റെ മോളാറ്റ, ഓളെന്റെ മോന്റെ ഭാര്യയല്ലേ, മരുവളല്ലേ. ഓളെ എനിക്കിപ്പം മോളെ പോലെ കാണുവാൻ പറ്റുവാ? മോളും മോന്റെ ഭാര്യ എല്ലാം ഒരുപോലെയാ ഇപ്പൊ, പണ്ടത്തെ കാലമല്ലേ ഇത്. മോന്റെ ഭാര്യനെ എന്നാലും നോക്കുന്ന മോളെക്കാളും. നിങ്ങളിപ്പോ മോളെ വേഗം സുഖമില്ലാന്ന് പറഞ്ഞാൽ വേഗം കാണിക്കേണ്ട വേദാറല്ലേ നിങ്ങക്ക്? അതുപോലത്തെ ഒരു മോളല്ലേ ഇത്? ഇതൊക്കെ എനിക്ക് നിങ്ങളോട് രണ്ടാളോടും വർത്താനം പറയാൻ സമയമില്ലേ? ഞാനിങ്ങ് പോന്നാ, നിങ്ങൾ പണിക്ക് വന്നിട്ടേ പോട്. ഞാൻ ഓളെ കാണിക്കും. നിങ്ങൾ പോന്നാ ഞാൻ നോക്കിയാ നിങ്ങൾ പോട് വേഗം പണി സ്ഥലത്ത്. നമ്മക്ക് പോവാ. എല്ലാ മക്കളെ ഇവള് കിടന്നിടത്ത് ഇനി ഉണീച്ചിക്കില്ലേ? ഇതെന്താ ആദരക്ക് സുഖയിലേറ്റ് വിളിച്ചിനാളെ ഓളൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ പണി സ്ഥലത്ത് നിങ്ങൾ പോകുന്നതാ. ഞാൻ ഓളെടുത്ത് പോയിട്ട് വേഗം വരുന്നു. എല്ലാ അച്ഛനിപ്പം പണിയും കാര്യം വരുവേ. ചോറ് വേഗം അങ്ങ് വെച്ചുകൂട്. ഇതെന്താ ഇണീച്ച് ചോറിൽ അങ്ങ് വെച്ചാലേ ക്ഷീണല്ല അങ്ങ് മാറൂ. എന്റെ ദൈവമേ, ഇന്ന് തീയെങ്കിലും ആ അമ്മയ്ക്കൊന്ന് കത്തിച്ചിട്ട് പോയിക്കൂടായിരുന്നു. എന്തൊരു സാധനം. നോക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളും. അതുപോലെ തന്നെയല്ലേ ഞാനും. പ്രജീഷ് എന്നെ വിളിച്ചോക്കട്ടെ. ഹലോ പ്രജീഷ് ചേട്ടാ, ഒന്ന് നിങ്ങളിവിടെ വരെ വരുവാ? എനിക്ക് തീരെ സുഖമില്ല, ഒന്ന് കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കൊന്ന് പോണേ. അമ്മയില്ല ഇവിടെ. അമ്മ ആതിരേച്ചിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പോയി. എനിക്ക് വയ്യ. ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല, ഒന്ന് ചായ കുടിക്കാനൊന്നുമില്ല. എനിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് അമ്മ പണിക്ക് പോയി. എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു കഞ്ഞിവെള്ളം വെച്ച് കുടിച്ചോന്ന്, ചോറുണ്ടാക്കിയിട്ട്. തീരെ വയ്യ, തല പോലും പൊന്തുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വയ്യ, കാണിക്കാൻ പോകണം. എന്നാലും എന്നോട് പറഞ്ഞു ചോറ് ആക്കിയിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചാൽ അങ്ങ് മാറും, എന്നെ ഒന്ന് കാണിക്കാൻ കൊണ്ടുപോകാം. ഞാൻ വീട്ടിലൊന്നും പോകണ്ട, നിങ്ങളൊന്ന് കാണിക്കാൻ വന്നാൽ മതി.